എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ചതയം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ചതയം നക്ഷത്രത്തിൽ പിറന്നവർ ശുദ്ധഹൃദയം ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത്. അല്പം മുൻകോപമൊക്കെയുള്ള ആൾക്കാരായിരിക്കും ഈ നാളുകാർ. ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ കൃത്യമായും ചിട്ടയോടും അച്ചടക്കത്തോടും ഒക്കെ കൂടി ചെയ്തു തീർക്കുന്നതിന് ഇവർ മിടുക്കരാണ്. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊക്കെ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനും സന്നദ്ധരാണ് ഈ നാളുകാർ. സുഖ ദുഃഖങ്ങളെയൊക്കെ സമചിത്തതയോടെയൊക്കെ സ്വീകരിക്കുന്ന ഈ നാളുകാർ ലോകപരിജ്ഞാനമൊക്കെ കൂടുതലായിട്ട് ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത്. രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഈ നാളുകാർ അതീവ ശ്രദ്ധയും ചെലുത്താറുണ്ട്. വശീകരണ ശക്തിയുള്ള ഒരു കണ്ണും നീണ്ടുവിടർന്ന മൂക്കുമൊക്കെ ഈ നാളുകാരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന ഒരു ഘടകമാണ്. ചതയ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം അത്ര ഒരു പൂർണ്ണ വിജയം ആയിരിക്കില്ല. ഈ നാളുകാർ പൊതുവെ ഭാഗ്യവാന്മാരാണെങ്കിലും ദോഷ അനുഭവങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ശനിയും വ്യാഴവുമൊക്കെ ഇവരുടെ ജാതകത്തിൽ ത്രികോണത്തിലൊക്കെ നിന്നാൽ ചിലരൊക്കെ അവിവാഹിതരായിട്ട് കഴിയാനും സാധ്യതയുണ്ട്. ജാതകത്തിൽ ഇത്തരം കുഴപ്പമില്ലാത്തവർ നേരത്തെ തന്നെ വിവാഹിതരും ആകാറുണ്ട്. സ്വജനങ്ങളെ കൊണ്ട് ഈ നാളുകാർക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. പിതാവിൽ നിന്നുള്ള ഗുണവും ഈ നാളുകാർക്ക് വളരെയധികം കുറവായിരിക്കും. 2026 ഈ നാളുകാർക്ക് നേട്ടത്തിൻ്റെ കാലം തന്നെ ആയിരിക്കും. ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴേക്ക് ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയപഥത്തിലെത്തിക്കാനൊക്കെ കഴിയുന്നതാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ധനം ഒക്കെ ലഭിക്കുന്നതാണ്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസം പൊതുരംഗത്തൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ്. കുടുംബാന്തരീക്ഷമൊക്കെ പൊതുവേ സമാധാനപരമായിരിക്കും. കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞൊരു നേട്ടമുണ്ടാകുന്നതാണ്. എന്നാൽ പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ധനനഷ്ടത്തിന് ഇടയുണ്ട്. ചതയം നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെയുള്ള യോഗവും കാണുന്നുണ്ട്. അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ. തൊഴിൽ വിപുലപ്പെടുത്താനൊക്കെ കഴിയുമെങ്കിലും ആ തൊഴിലിൽ നിന്ന് വേണ്ടത്ര ഒരു സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതല്ല. വാഹന ഉപയോഗമൊക്കെ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ നാനാതുറകളിലൂടെയൊക്കെ സൗഹൃദ ബന്ധമൊക്കെ പുലർത്താനും സാധിക്കുന്നതാണ്. മാർച്ച് ഏപ്രിൽ മാസം വ്യക്തിബന്ധത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. സഹോദര ഗുണമൊക്കെ കൂടുന്നതാണ്. ഈ ആയുധമൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരെ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മിത്രങ്ങളായിട്ടൊക്കെ മാറുന്നതാണ്. ഭക്തിമാർഗത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ ചെലുത്തുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ധനസഹായം ലഭിക്കാനും ഇടയുണ്ട്. സന്താനങ്ങളൊക്കെ മുഖേന പ്രശസ്തിയും ആദരവും ഒക്കെ വന്നു ചേരുന്നതാണ്. ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ രോഗം ഈ സമയത്ത് വരാൻ സാധ്യതയുള്ളതിനാൽ അവരുടെ രോഗകാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലുമൊക്കെ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. സമൂഹത്തിൽ മാന്യത കാണിക്കാൻ വേണ്ടി അഹിതങ്ങളായ കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യുകയും ചെയ്യരുത്. ആരോഗ്യകാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാപാര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വ്യാപാര മേഖലയിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അഹംഭാവം ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. പ്രശസ്തിയൊക്കെ കൂടുന്നതനുസരിച്ച് ചിലർക്കൊക്കെ അഹംഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സേവനങ്ങളെയൊക്കെ പ്രകീർത്തിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ പൊതുവെ ഒരു സംതൃപ്തി ഉണ്ടാകുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. മെയ് ജൂൺ മാസം ഒക്കെ ആകുമ്പോഴേക്ക് സ്ത്രീകളോടൊക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. സ്ത്രീകൾ മുഖേന ധനനഷ്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധേയമായ ഒരു നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. വിവാഹമൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മെയ് ജൂൺ മാസത്തിൽ വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും യോഗമുണ്ട്. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് ആ കോടതി കേസുകളിൽ വിജയം ഉണ്ടാകുന്നതാണ്.
സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുരംഗത്തൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നൊക്കെ പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അതൃപ്തി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് അവിചാരിതമായിട്ടൊക്കെ വന്നു ഭവിക്കുന്ന ആപത്തുകളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ടൊക്കെ രക്ഷപ്പെടുന്ന ഒരു സമയമാണ്. പുതിയ ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഭൂമി വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ജൂലൈ ആഗസ്റ്റ് മാസം ഊഹക്കച്ചവടം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധ കൊടുക്കണം, നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വീട്, വാഹനം എന്നിവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു യോഗവും ജൂലൈ ആഗസ്റ്റ് മാസം ഉണ്ടാകുന്നതാണ്. വ്യാപാരമൊക്കെ അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയമാണ്. ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ ലഭിക്കുന്നതാണ്. കർഷകർ നാൽക്കാലികളുടെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം. നാൽക്കാലികളിൽ നിന്നും നഷ്ടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. വരുമാനമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ജൂലൈ ആഗസ്റ്റ് മാസം ഉണ്ടായേക്കാം. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിദേശ ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് സൽപ്പേരൊക്കെ സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും വഴിക്കൂടെയൊക്കെ ഒരു ധനയോഗവും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസം ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അകന്നു കഴിയേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായേക്കാം. കൂട്ടു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആലോചിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വളരെയധികം ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. കർമ്മരംഗത്തെ നല്ല രീതിയിലുള്ള നേട്ടം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും. വ്യാപാരികൾക്ക് വ്യാപാര മേഖലയിൽ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ഷെയർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. അവർക്ക് നഷ്ടത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും സഹായം ഒക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. ഈശ്വരാനുഗ്രഹം ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ സഹോദരങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല രീതിയിലുള്ള ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ദാമ്പത്യ ജീവിതമൊക്കെ വളരെയധികം സന്തോഷകരമായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പോയി അമിതമായി ഇടപെടരുത്. അത് ചിലപ്പോൾ പേരുദോഷം ഉണ്ടാക്കി വെച്ചേക്കാം. അനാവശ്യ ചിന്തകൾ, ഊഹക്കച്ചവടം എന്നിവ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം അവർക്ക് വളരെയധികം ഗുണകരമായ സമയമാണ്. നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്ക് യാത്രാവേളകളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ശിവഭഗവാനെ ധ്യാനിച്ചായിരിക്കണം. വസ്തു സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. മുൻകോപം ഒഴിവാക്കേണ്ടതാണ്. മുൻകോപം ദോഷഫലങ്ങളൊക്കെ ചെയ്തേക്കും. സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കണം. മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് നവംബർ ഡിസംബർ മാസം. വരുമാന മാർഗത്തിലൊക്കെ വർധന ഉണ്ടാകുന്നതാണ്. വ്യാവസായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് വളരെ അനുകൂലമായ കാലമാണ്. വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള രോഗത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട്. സഹായ വാഗ്ദാനങ്ങളൊക്കെ ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്ക സമയത്ത് അത് പാലിക്കാൻ ചിലപ്പോൾ കഴിയണം എന്നില്ല. ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളൊക്കെ ചിലപ്പോൾ അകന്നു പോകാവുന്ന ഒരു സമയം കൂടിയാണ്. ശിവഭഗവാന്റെയൊക്കെ പ്രീതി കൂടുതലായിട്ട് നേടിയെടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന രംഗത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ചിലപ്പോൾ നവംബർ ഡിസംബർ മാസം ഉണ്ടായേക്കാം. പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക, ശിവഭഗവാന്റെയും വിഘ്നേശ്വര ഭഗവാന്റെയും ഒക്കെ പ്രീതി നേടുകയും ചെയ്താൽ 2026 നിങ്ങൾക്ക് വളരെയധികം ഗുണഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് 2026 എന്തുകൊണ്ടും വളരെയേറെ ഗുണമുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.